മറ്റുള്ളവർ നോക്കുവാണെങ്കിൽ ഹോം നേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ സാലറി കിട്ടുന്ന വലിയ എന്തോ ഒരു സംഭവമായിട്ടാണ് എല്ലാവരുടെയും കണ്ണിൽ പെടുന്നത്. പക്ഷെ അതിന്റെ പുറകിലുള്ള ത്യാഗം, ആ കഷ്ടപ്പാട് നമ്മൾ ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. 24 hours ജോലി ചെയ്യുന്ന എന്നെ പുറത്തുവരയ്ക്കും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കാനോ എന്തിന് ജസ്റ്റ് ബേബി കെയർ ചെയ്യുന്നവർക്കൊന്നും മൂത്രമൊഴിക്കാൻ പോകാൻ പോലും പറ്റുന്നില്ല. അത്ര പാടുപെട്ടുണ്ട് നമ്മൾ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഈ കഷ്ടപ്പാട് മനസ്സിലാക്കാൻ വെളിയിലുള്ള ആർക്കും സാധിക്കത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരൊക്കെ ഹൈ സാലറിക്ക് ജോലി ചെയ്യുന്ന നേഴ്സുമാർ എന്നൊരു ലെവല് മാത്രമേ നമ്മളെ പറ്റിയുള്ളൂ. എന്തെങ്കിലും ഒരു പ്രോഗ്രാം വെച്ച് കഴിയുമ്പോൾ ഞാൻ പറയാം, ഇവിടെ ഡ്യൂട്ടി ഇല്ലാതിരിക്കുന്ന മാസക്കണക്കായിട്ട് ഇരിക്കുന്ന പിള്ളേരുണ്ട്. ഫുഡിന് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ വെളിയിൽ നിൽക്കുന്നവർ എന്തായിരിക്കും പറയാം, അവരോ ഹൈ സാലറിക്ക് ജോലി ചെയ്യുന്നവരാണ്. നമ്മുടെ ബുദ്ധിമുട്ട് കഷ്ടപ്പാട് നമുക്ക് മാത്രമല്ല അറിയത്തുള്ളൂ, അല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ ഹൈ സാലറിക്ക് ജോലി ചെയ്യുന്നവരും നമ്മൾ വലിയ ഹൈ ലെവലിൽ നിൽക്കുന്നവരുമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന വെളിയിലുള്ളവർക്ക് നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങളും ഡ്യൂട്ടിയില്ലായ്മയും ബുദ്ധിമുട്ടും ആ ഡ്യൂട്ടി ചെയ്യുന്നതിൻ്റെ പാടും അതൊക്കെ മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകുള്ളൂ. പക്ഷേ ഞാൻ ഈ ഗ്രൂപ്പിനെ നമുക്കറിയാലോ, സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ഒരുപാട് പേർക്ക് നമ്മൾ സഹായം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ലേഡീസ് ഗ്രൂപ്പിൽ പലപ്പോഴായിട്ട് ഒരുപാട് പേർ നമ്മൾ സഹായം ചെയ്തിട്ടുള്ള ഒരു വ്യക്തികളാണ്. പക്ഷെ ആ സഹായം ചെയ്തിട്ടുള്ള നമുക്ക് ഒരു സമയത്ത് ഒരു 5 കടിക്കും 2 കടിക്കും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? ഇല്ല. അവർ പറയും, ഓ അവർക്കോ അത്രയും പൈസയുടെ ബുദ്ധിമുട്ടൊന്നും അവർക്കില്ല, അവർ ഭയങ്കര ഹൈ സാലറിക്കാരാണ്. അങ്ങനെയുള്ള സിറ്റുവേഷന് എനിക്ക് നമ്മൾ ഇവിടെ ഈ കൂട്ടായ്മയിൽ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ ഒത്തൊരുമയാണ് നമ്മുടെ വിജയം, അല്ലേ? നമ്മുടെ ഒത്തൊരുമയാണ് നമ്മുടെ വിജയം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ ഹൈയിൽ നിൽക്കുന്ന നമുക്ക് ഇത്രമാത്രം ദുരിതവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉണ്ടെന്നുള്ളത് നമുക്ക് മാത്രമേ മനസ്സിലാക്കുന്ന ഒരു കാര്യമായുണ്ട്. ലേഡീസ് ഗ്രൂപ്പിനെ ഞാൻ ആ ഒരു തലത്തിലാണ് കാണുന്നത്. കാരണം നമ്മുടെ ഗ്രൂപ്പിൽ നിന്നും ഒരുപാട് പേർക്ക് നമ്മൾ ഫുഡ് വാങ്ങി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൈസ കൊടുത്ത് അവരുടെ നാട്ടിലെ ചികിത്സയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമായിട്ട്, പിന്നെ നമ്മുടെ ഷീജ സിസ്റ്ററിന്റെ കൊച്ചിന്റെ കിഡ്നി ഓപ്പറേഷന്, അങ്ങനെ ദീപ സിസ്റ്റർ, ലത സിസ്റ്ററിന്റെ കൊച്ചു ഒരു ദിവസം അർദ്ധരാത്രി വിളിച്ചു പറഞ്ഞപ്പം നമ്മളെല്ലാവരും കൂടെ ഒരു അർദ്ധരാത്രിയിൽ ഉണ്ടാക്കിയത് 1.5 ലക്ഷം രൂപയാണ്, അല്ലേ? അപ്പം ഈ ഗ്രൂപ്പിലുള്ള മുക്കാൽവാശം ആൾക്കാർക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് എൻ്റെ വിചാരം. പിന്നെ കുറെ പേർക്കൊന്നും പുതിയതായിട്ട് വന്നിട്ടുള്ളവർക്കൊന്നും അറിയത്തില്ലെങ്കിലും പഴയ എല്ലാ